അപ്പൊ പട്ടാമ്പിള്ളവർക്കൊക്കെ അറിയാല്ലേ അറിയില്ലെങ്കിൽ അറിയിട്ടെങ്കിൽ പാടില്ല ഒന്നുകൂടി പാടില്ല കൂടെ പോയ അവളെ പറ്റുന്ന സേന ഒമ്പതിരുന്ന് പാടേന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു. ഹായ് ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണാം. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എന്ന് പറഞ്ഞ പോലെ ഒരു സർപ്രൈസിങ് ആൻഡ് അതുപോലെ തന്നെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. അതായത് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ തന്നെ നമ്മൾ എല്ലാവരും ഇൻസ്റ്റയിൽ കാണുന്ന നമ്മളെ സങ്കടം വരുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന റീലാണല്ലേ. സന്തോഷം വരുമ്പോഴും ഇന്ന് കാണും, ഇടയ്ക്ക് ചിരിക്കാശുള്ളവർക്ക്. അപ്പോൾ അവരെ കാണാനും പിന്നെ നമ്മൾ നെബുവിൻ്റെ ഷോപ്പിൻ്റെ ഇനോഗ്രേഷൻ മോർണിംഗ് കഴിഞ്ഞു. അത് കഴിഞ്ഞ വീഡിയോ കണ്ടല്ലോ. അതിൻ്റെ ഈവനിങ്ങിൽ ഫംഗ്ഷന് വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ ഇക്കാക്കൊക്കെ പോയതിന് ശേഷം നമ്മൾ പിന്നെ റെസ്റ്റൊക്കെ എടുത്തൊന്ന് ഫ്രഷ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇതാ വരികയാണ്. അപ്പോൾ നമ്മൾ ഒസ്ര ഗോൾഡ് ഷോപ്പ് വരുന്നത് മേലെ പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിന് നമ്മൾ ഇൻഡസ് ഫർണിച്ചറും അതുപോലെ പോപ്പീസ് പിന്നെ അതിന് ഓപ്പോസിറ്റ് MNH ഷോപ്പൊക്കെ ഉണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒസ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വരുന്നത് കേട്ടോ. ആണെങ്കിൽ അങ്ങനെ നമ്മളവിടെ എത്തിയപ്പോഴത്തേക്ക് ഫ്രണ്ട്സൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ കുറച്ച് ഇൻഡിക്കോനും കുറച്ച് പട്ടിഷോകൾ കേട്ടോ, കുറച്ച് റീൽസ് കാര്യങ്ങളൊക്കെ എടുക്കായിരുന്നു. ന്യൂസ് എടുത്തതാണ് കേട്ടോ. പിന്നെ കുറച്ച് ഡേയ്സ് 10 ഡേയ്സ് നിൽക്കുള്ളൂ. അപ്പോൾ ആ ഉള്ള ഡേയ്സിൽ ഓരോ ഡേയും മെമ്മറബിൾ എന്ന് പറഞ്ഞ പോലെ ഓരോ മൊമെൻറ്റ്സും ഞാൻ ഇങ്ങനെ വീഡിയോ ക്യാപ്ചർ ചെയ്ത് വെക്കും കേട്ടോ. പോയി കഴിഞ്ഞാൽ എനിക്ക് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ ഒസ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഈവനിങ്ങിലും അത്യാവശ്യം പേര് പർച്ചേസിങ്ങിനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഒസ്രൻ്റെ MD ആയിട്ടുള്ള നമ്മളെ നെബിയിൽ ഇതായിട്ട് എത്തി. നമ്മളെ നെബു ഇതാണ് കേട്ടോ. ഞാൻ നെബു എന്ന് പറയുന്നത് നമ്മളെ നബീല നൗഫലാണ്, ഒസ്ര ഗോൾഡിൻ്റെ നൗഫൽ ഖാൻ്റെ സ്വന്തം ഒരേ ഒരു വൈഫ് കേട്ടോ. അങ്ങനെ തന്നെ നമ്മളെ പട്ടാമ്പി പെൺകൂട്ടത്തിൽ എല്ലാവരും എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ സംസാരിക്കുന്നു കേട്ടോ. നമ്മൾ ഷെർത്താത്തക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എൻ്റെ വ്ളോഗിലായിരുന്നത്. ഷെർത്താത്താൻ്റെ വീഡിയോ എടുക്കുന്നത് എനിക്ക് ഭയങ്കര സന്തോഷം. തൊട്ടടുത്ത് നമ്മൾ ഷാഹിസ് കോർണറിലെ ഷാഹിദത്തെയാണ് കേട്ടോ. പിന്നെ നമ്മളെ ജെസിത്താത്ത ഉണ്ട്, പിന്നെ ബൽക്കീസ് ഹസീൻ, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. എല്ലാവരും പേരും ഇനി എടുത്ത് പറയാത്തവരെ പേരുണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഞാനുള്ളവരൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നവരട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ ജ്വല്ലറിയിലുള്ള ആഡ് ഷൂട്ടും കാര്യങ്ങളൊക്കെ നബീല തന്നെ നടത്തുന്നുണ്ട്. നല്ല സന്തോഷം, മാഷാഅല്ലാഹ്, ഒരുപാട് സന്തോഷം കേട്ടോ കാണുമ്പോൾ. ശരിക്കും നമ്മളെ ജ്വല്ലറിയാണ്, കാരണം നമുക്ക് ഒരുപാട് നമ്മളെ സ്വന്തം നിശക്കുട്ടി കേട്ടോ. നേരത്തെ പറഞ്ഞില്ലേ, കഴിഞ്ഞ വ്ളോഗിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. വണ്ടർ വുമൻ്റെ പിന്നെ ഫസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഫിൽസും മുതലായിട്ട് നിൽക്കണേ, എല്ലാവരും ഇങ്ങനെ വീഡിയോ എടുക്കുക. പിന്നെ ഷെൻസിയും ചെച്ചും ഷയാനും ഇങ്ങനെ വിട്ടിക്കേട്ടോ. വാവാച്ചിക്കുട്ടി ഭയങ്കര എക്സൈറ്റ്മെൻറ്റ്, കാരണം വാവാച്ചിക്കുട്ടിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നെബു എന്ന് വെച്ചാൽ ജീവനാണ്. ഫിൽസക്കും വാവാച്ചിക്കൊക്കെ ഭയങ്കര കാര്യം. അപ്പം ഇനി നമുക്ക് ഷോപ്പിൽ ജസ്റ്റ് ഞാനൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അന്ന് അത്യാവശ്യം ക്രൗഡും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഫുള്ളായിട്ടൊന്നും വീഡിയോസ് ഇല്ല. ലൈറ്റ് വെയ്റ്റ് കളക്ഷനാണ് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത് കേട്ടോ. ഒസ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ ചെറിയ ബന്ധങ്ങൾക്ക് വലിയ തുടക്കം എന്നുള്ള ക്യാപ്ഷനോട് കൂടി അൽഹംദുലില്ലാഹ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിൽവറും ഗോൾഡും ഡയമണ്ടും റോസ് ഗോൾഡും എല്ലാ കളക്ഷൻസും അവൈലബിൾ ആണ് കേട്ടോ. നെബുവിൻ്റെ 3 മക്കളാണ് കേട്ടോ അത്. അങ്ങനെ നല്ല ലൈറ്റ് വെയ്റ്റ് കളക്ഷൻസ്, നല്ല അടിപൊളി കളക്ഷൻസ് തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഷോപ്പ് വിസിറ്റ് ചെയ്യാത്തവരൊക്കെ ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കുക. പിന്നെ കുറച്ച് കളക്ഷൻസിൻ്റെ ഞാൻ കാണിച്ചു കേട്ടോ. വളരെ മൈന്യൂട്ടായിട്ട് കളക്ഷൻസ് മാത്രമേ എൻ്റെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കി കേട്ടോ. നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ഉണ്ട് വെറൈറ്റി ആയിട്ട്. ഇങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞ നമ്മളെ പെൺകൂട്ടത്തിലെ ബൽക്കീസ് ഇവരൊക്കെ വന്നു. പിന്നെ നമ്മളെ സുഹൃത്ത് വന്നു. അങ്ങനെ ഹസീനത്തെയും സുഹൃത്തെയും അങ്ങനെ ഓരോരുത്തരുണ്ട്. പിന്നെ നമ്മളെ നിഷ ടീച്ചറേയും ബീന ചേച്ചി കേട്ടോ, മിസ്രിയത്തുണ്ട്. അങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവരൊക്കെ ഞാൻ പെൺകൂട്ടത്തിൻ്റെ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ വയനാട്ടിൽ നൗഫൽ ഖാൻ്റെ നാട് വയനാടാണ്. വയനാട്ടിലുള്ള കുറേ പേരുണ്ട്.
അവരുടെ കസിൻസും റിലേറ്റീവ്സും. അങ്ങനെ നമ്മളെ നൗഷിമ കുറച്ച് കഴിഞ്ഞിട്ടാണ് വരുന്നത്. നൗഷിമ അപ്പോൾ ഒരു ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നു, അപ്പോൾ അതിന് പോയതിന് ശേഷം നൗഷിമ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മളെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള കൊമ്പങ്കാട് കോയും കുഞ്ഞാപ്പും എത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വളരെ എക്സൈറ്റ്മെൻറ്റിലാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഒരു വീഡിയോസ് കാണുന്നത്, കാരണം ഒരു മൈൻഡ് ഫ്രീ ടെൻഷൻ റിലാക്സ് ആയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ കൂടുതലും. അപ്പോൾ കാരണം അവർ ആ ഒരു നമ്മളെ ചിരിപ്പിക്കുന്നുണ്ടല്ലോ, അത് ഭയങ്കര ഒരു അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നു അവരെടുക്കുന്ന ആ എഫേർട്ട്. അങ്ങനെ അവർ വന്നിട്ട് അവരെ കുറച്ച് ഓൺ വോയിസ് ഉള്ളതൊക്കെ കൊടുക്കുന്നുണ്ട്. പാട്ട് പാടുന്നത് മുഴുവൻ എടുത്തില്ല, കാരണം കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ കിട്ടാൻ മിക്കവാറും സാധ്യത ഉണ്ട് എനിക്ക് കേട്ടോ. ഷെൻസക്കുട്ടി സ്റ്റേജിൽ തന്നെ ഉണ്ട് കേട്ടോ, മിനി യൂട്യൂബർ. അവളോളെ പപ്പാൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അൽഹംദുലില്ലാ നല്ല സന്തോഷമുണ്ട് കേട്ടോ. മാഷാഅല്ലാഹ് അവർക്ക് എന്നും അല്ലാഹു ഈ ഷോപ്പ് ബർക്കത്തും റഹ്മത്തും കൊടുക്കട്ടെ, ഒരുപാട് ബ്രാഞ്ചസ് ഓപ്പൺ ചെയ്യാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓൺ വോയിസുകൾ കേൾക്കുന്നുണ്ട്. കോയാലും കുഞ്ഞാപ്പനെ കാണാൻ പിന്നെ കാണാൻ കുട്ടി ഒരു ഉത്സാഹം ഒരു നല്ലൊരു കൈയ്യടി ഒരു നല്ലൊരു കൈയ്യടി പോയിച്ചാൽ മതി. അയ്മതാണ് തുടക്കം കൂടെ പാടുമോ? ഉറപ്പാ? 2 വട്ടം പാടും. ഒന്ന് ഞാൻ ഒറ്റയ്ക്ക് റെഡി. കൊമ്പങ്ങാട് പോയ അവളിപ്പത്തിന്റെ സൈന ഒമ്പത്തിരുന്ന് പാടേനെ കുഞ്ഞാപ്പൂ കുഞ്ഞാപ്പൂ. അപ്പൊ പട്ടാമ്പിളൊക്കെ അറിയാം അല്ലേ? അറിയില്ലെങ്കിൽ എവിടെ അറിയില്ലെങ്കിൽ ഒപ്പം പാടില്ല, ഒന്നും പാടില്ല. കൊമ്പങ്ങോട് പോയ അവളിപ്പത്തിന്റെ സൈന ഒമ്പത്തിരുന്ന് പാടേനെ. നിങ്ങൾക്ക് നാട്ടിലൊരു ഔട്ട്ഡോറിൽ പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞതിന് ശേഷം അവർ ഷോപ്പിൻ്റെ അകത്തേക്ക് കയറി. അപ്പോൾ ഒരു ഫാമിലി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുകയാണ്. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങൾ അവൻ്റെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് കുഞ്ഞാപ്പൂൻ്റെയും കോയൻ്റെ ഒക്കെ കൂടെ നല്ലൊരു അടിപൊളി തന്നെയായിരുന്നു. നല്ലൊരു ഈവനിങ് ആയിരുന്നു കേട്ടോ അന്ന്. അങ്ങനെ നമ്മൾ ഷോപ്പിൻ്റെ ഇനോഗ്രേഷനും എല്ലാം ഭംഗിയായി കഴിഞ്ഞു അൽഹംദുലില്ലാ. അപ്പോൾ ഇനി ലൈറ്റ് വെയ്റ്റിൻ്റെ കളക്ഷൻസിന് നിങ്ങൾ പട്ടാമ്പിയിൽ പോകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പട്ടാമ്പിയിലുള്ളവർക്കൊക്കെ ഒരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടുള്ളൊരു ഷോപ്പാണ് നമ്മൾ ഒസ്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസ് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കാണാം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.